വിളിച്ചാ മതിയാടാ. മനസ്സിലായോ? ഒന്ന് പോടി. നീ പോടാ, നിന്റെ വീട്ടിൽ പോയി വിളിക്കടാ. നമുക്കറിയാം ഈ ബിഗ് ബോസ് എന്ന പരിപാടി വന്നതിൽ പിന്നെ നമുക്ക് ഒരുപാട് ആൾക്കാരുടെ സ്വഭാവം എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവരൊക്കെ യൂട്യൂബിലും അല്ലെങ്കിൽ മറ്റ് വലിയ പ്രമുഖ സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന ഓരോരോ മയിലുകളാണ്. അപ്പം ഇവരൊക്കെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തതോടെയാണ് നമുക്ക് ഇവിടുമാരൊക്കെ ഏത് നിലയിൽ ഏത് നിലവാരമുള്ളവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. മാത്രമല്ല ഇവിടുമാർ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞാനും ഇങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് എൻ്റെ നിലവാരം. കാരണം ഇവിടുമാർക്ക് നമുക്ക് ഇത് കുറച്ചൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടുമാരോട് നമ്മൾ പറയേണ്ടത്. എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക. നമുക്കറിയാം ഇതിലൊരു കാട്ട് പൊന്നാരമോളുടെ സംസാരങ്ങൾ അത് കേട്ടിട്ട് നമുക്ക് വീണ്ടും കിടക്കാം. എനിക്ക് ഒരു നിങ്ങൾ ഡബിൾ കളിക്കുമ്പോ എനിക്ക് 10 ആളുകൾ കളിക്കാനുള്ള കളിയുണ്ട്, നിങ്ങൾ കളിച്ചോളാൻ പറഞ്ഞേ. മനസ്സിലായോ? ഒന്ന് പോടി. നീ പോടാ, നിന്റെ വീട്ടിൽ പോയി വിളിക്കടാ. ഒന്ന് പോടി. നീ നിന്റെ വീട്ടിൽ പോയി. നീ പോടാ ഡാഷ്. നീ പോടാ. നീ നിന്റെ വീട്ടിൽ പോയിക്കടി. നീ എനിക്ക് പണിഷ്മെന്റ് ചെയ്തല്ലേ? എഴുതടി. നീ എന്നാ കാണിച്ചിട്ടല്ലോ. ഓടിയാള് പോടാ. ഓടേ. വിളവോട യാരുമില്ല, വിളയാടുപോമാകുള്ളതില്ലടാ. ഇവള് ശരിക്കും ആണുങ്ങൾക്ക് ഒട്ടും റെസ്പെക്റ്റ് കൊടുക്കാത്തവളാണ്. ഇവള് ഈ ഒരു കലാവേദി, അതായത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ സംഭവം എന്ന് മനസ്സിലായിട്ട് ഇവള് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഇവളുടെ കല്യാണം കഴിഞ്ഞതാണെങ്കിൽ ഇവളുടെ ഭർത്താവിനെ ഇവളെന്തായിരിക്കും വിളിക്കുന്നത്? ഇവളിങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കുടുംബത്തിൽ ഈ സംസാരിക്കുന്നത്. ഇവളുടെ അപ്പൻ, ഇവളുടെ അമ്മ, അല്ല മക്കളൊക്കെ ഉണ്ടാകും. ഈ പണ്ടാരങ്ങളൊക്കെ ഇത് കേട്ടോണ്ടിരിക്കുന്നതല്ലേ. ഇവളുടെ ഭർത്താവ് എങ്ങനെ ഇവളുടെ കൂടെ കഴിയുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി കല്യാണം കഴിഞ്ഞിട്ടില്ല, ഇനി കല്യാണം കഴിക്കാൻ പോകുന്നവൻ, അവൻ്റെ പരമ കഷ്ടകാലമായിരിക്കും. ഈ മയിലിനെയൊക്കെ സത്യം പറഞ്ഞാൽ തല്ലിക്കൊന്ന് കളയണം. ഇവളൊക്കെ ഭൂമിക്കും അതെ നമ്മുടെ നാടിനും വലിയ ശാപമാണ്. എന്ത് വർത്താനം ഈ കള്ളക്കൂതറ പറയുന്നത്? എന്ത് കഷ്ടമല്ലേ. ഇവളൊക്കെ ഉണ്ടാക്കിയവനെ വേണം ആദ്യം പിടിച്ചതല്ല. ഏത് നേരത്ത് ആ സമയത്തൊക്കെ ഒരു വാഴയോ വല്ല കപ്പളങ്ങയൊക്കെ നടാൻ പോകാറുണ്ടെങ്കിൽ ഇത്രയൊന്നും പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകില്ലായിരുന്നു. അത് കാണിക്കാൻ വേണ്ടി കുറേ ഊമ്പിയ ചാനലുകൾ. എന്തായാലും കൊള്ളാം, കലക്കിയല്ലേ. വീഡിയോ ഇഷ്ടപ്പെടുന്ന എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന എനിക്ക് തോന്നുന്നു. ഇനി ഇതേപോലെ കൂതറ വീഡിയോ വെക്കാണ്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ എല്ലാവരും എൻ്റെ പേജ് ഫോളോ ചെയ്യുവാൻ ആരംഭിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.